ഹായ് ഗൈസ്, ഇത് യൂറോ എസ്റ്റിയുടെ വ്യൂ ആണ്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെ പ്ലേ ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഡെയിലി വയാസിലേക്ക് പോവാം. നാൻസ് ചെയ്യാൻ കളയാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് എടുക്കാം. ഓക്കെ, ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്യാം. ഓൾറെഡി ഈ ഒരു ഏരിയയിൽ നിന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടാണ് അപ്പ് സൈഡിലേക്ക് പോകുന്നത്. ഇനി ബൈ സൈഡായിട്ട് ഈ ഒരു സ്വിംഗ് ഹൈ സെല്ലാണ് ബൈ സൈഡ് ആയിട്ടുള്ളത്. നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട നിയറസ്റ്റ് ആയിട്ടുള്ള ഡ്രോ ലിക്വിഡിറ്റി ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റീസ് ആണ്. ഓക്കെ, ഇങ്ങോട്ടേക്കുള്ള ഒരു അപ്പ് സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ബുള്ളിഷ് ക്യാൻഡിൽസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇന്നലെ ഈ ഒരു ലെവൽസിലേക്ക് വന്നതിന് ശേഷമാണ് റണ്ണ് കിട്ടിയിട്ടുള്ളത്. ഇന്ന് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ജസ്റ്റ് ഒരു പ്ലേ ഔട്ട് കിട്ടലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കുള്ള ഒരു റണ്ണ് കാണാൻ പറ്റുന്നതാണ്. ഡൗൺ സൈഡിലേക്ക് വന്നതിന് ശേഷം അപ്പ് സൈഡിലേക്കുള്ള ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ 1 hour ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഡെയിലി നമുക്ക് ബുള്ളിഷ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഞാൻ 1 hour ജസ്റ്റ് എൻ്റെ അനാലിസും കാര്യങ്ങളൊന്നും ഓണാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ മേജറായിട്ട് നോക്കലാണെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. 1 hour നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്കൗണ്ട് അറിയാനുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതേപോലെ തന്നെ ഈ ഒരു ഡൗൺ ക്ലോസ്ഡ് ക്യാൻഡിൽ ലോട്ട് ബ്ലോക്ക് നമുക്ക് മാനിക്കാവുന്നതാണ്. ഈ ഒരു ലണ്ടൻ കിൽ സോണിൻ്റെ ടൈം നമുക്ക് ഈ ഒരു ഏരിയയിലേക്കുള്ള റണ്ണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പ് സൈഡിലേക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഓൾമോസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അത്രയും ദൂരം നമുക്ക് റണ്ണ് കിട്ടാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയിലേക്കുള്ള ഒരു റൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള ഏഷ്യയുടെ ലോ ടൈഗർ ഔട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, അതേപോലെ തന്നെ ഒരു പ്ലേ ഔട്ട് കാണലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കി ഈ ഒരു ഹൈ വരെ നോക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ ഇപ്പം ഡയറക്റ്റ് ആയിട്ട് അപ്പ് സൈഡിലേക്ക് പോക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നൊന്നും നമ്മൾ ഷോർട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നുണ്ടാവില്ല. ഓക്കെ, ഹൈലി കൺഫ്ലുവൻസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയാണെങ്കിൽ മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. നേരെ മറിച്ച് ഈ ഒരു ഹൈ സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ട് ഇവിടുന്ന് റിവേഴ്സൽ പാറ്റിൽ കാണലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കുന്നതാണ്. ഏഷ്യയുടെ ലോസ് അതേപോലെ ഈ ഒരു ലെവൽസിലേക്കെല്ലാം വരുന്നില്ല. നമ്മളൊരു 1:2 ലെവലിൽ ബുക്ക് ചെയ്ത് മാറുന്നതാണ്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ മാറുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് 15 minutes ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ബുള്ളിഷ് ആണെങ്കിൽ എന്താ കാണേണ്ടത്? നമ്മുടെ ഓപ്പണിംഗ് ഉണ്ട്, ഡൗൺ സൈഡിലേക്ക് പോകണം, ഇവിടുന്ന് മാനിപ്പുലേഷൻ ഒരു ജൂഡാസിങ് അപ്പ് സൈഡിലേക്ക് പോകണം. ഓക്കെ, എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് 5 minutes നമ്മുടെ ടൈം ആയാലും ഇനിയും കുറച്ചും കൂടി ടൈമുണ്ട്, ഒരു അരമണിക്കൂർ സംതിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് പ്ലേ ഔട്ടും കാര്യങ്ങളും കിട്ടുകയെന്ന്. നമുക്ക് ഇൻ കേസ് ലണ്ടനിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ന്യൂ ഇയർക്കായിട്ട് നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി 8:30 ശേഷം നോക്കാം. ഹൈ ഗൈസ്, നമ്മൾ നേരത്തെ ഡെയിലി ബയാസ് ബേസ് ചെയ്തിട്ട് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ചിലപ്പോൾ ഒരു ട്രാപ്പ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് ആ ഒരു സെറ്റപ്പ് ഒക്കെ ക്രിയേറ്റ് ആയ സമയത്ത് നമുക്ക് ട്രേഡ് എടുക്കണമല്ലോ. ഓക്കെ, നമുക്കിവിടെ നോക്കലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സെൽ സൈഡ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അഗ്രസീവ് ആയിട്ടൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ അതിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്തു. ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ നോക്കിക്കഴിഞ്ഞാൽ ഒരു 50% ലെവലിലേക്കുള്ള റണ്ണും അതേപോലെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്. പിന്നെ ഇവിടെ പ്രൈസ് ടാപ്പ് ആകുന്ന സമയത്ത് തന്നെ 5 minutes എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഹൈ ലെവൽസിലേക്കുള്ള റണ്ണാണ്. ഇവിടുന്ന് ഞാൻ പാർഷ്യൽസ് ബുക്ക് ചെയ്യും, അതേപോലെ തന്നെ ബാക്കി ക്വാണ്ടിറ്റി റൺ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ വന്ന സമയത്ത് നമുക്ക് റിയാക്ഷൻസും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഹോൾഡ് ചെയ്ത് നോക്കാം. പ്രൈസ് ഇനി ഡൗൺ സൈഡിലേക്ക് വരുമോ, സ്റ്റോപ്പ് ലോസ് അടിക്കുമോ നമുക്ക് നോക്കാം. ഈ ഒരു ലെവൽസിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും പ്ലേസ് ചെയ്തത്. 1:2 ആണ് ട്രേഡിങ് കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഏരിയയിൽ എന്തിന് നമ്മൾ വാല്യൂ കൊടുക്കുക എന്നുള്ളതൊരു പ്രസക്തിയുള്ള കാര്യമാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി വാല്യൂ കൊടുത്ത് ഏതിനായിരുന്നു? ഒരു മാർക്കറ്റ് സ്ട്രക്ചറിന് ശേഷം 2022 മോഡൽ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. പ്ലസ് നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ഏരിയ നോക്കുന്ന സമയത്ത് നമ്മുടെ കൺഫ്ലുവൻസ് എല്ലാം നമ്മൾ പക്കയായിട്ട് നോക്കിയിട്ടുണ്ട്. ഈ ഒരു ബോഡി ഞാൻ എടുക്കുന്നുണ്ട്. ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു 0.5% താഴെ നിന്നാണ് എൻട്രി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അതേപോലെ തന്നെ ഇവിടെ നേരത്തെ വന്നിട്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വിക്ക് അപ്പ് സൈഡിലേക്ക് വന്നിട്ട് റിജക്റ്റ് വന്നിട്ടുണ്ട്. ഇതിന് നല്ലൊരു വാല്യൂ ഉണ്ട്, കണ്ടോ? ആ ഒരു വാല്യൂ ഈ ഒരു ക്യാനിൽ വന്നിട്ട് ഈ ഒരു ക്യാനിൽ ആ ഒരു ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ക്യാനിൽ വന്ന് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്യാനിൻ്റെ കോൺസിക്വൻ്റ് എൻഗ്രോത്തിൻ്റെ മുകളിൽ ക്ലോസ് കിട്ടിയ സമയത്ത് നമുക്കതിൻ്റെ എന്ത് പറ്റിയിട്ടുണ്ട്? ആ ഒരു വിക്കിൻ്റെ വാല്യൂ പോയിട്ടുണ്ട്. അതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു പുഷ് കാണുന്നത്. നമുക്കിത് ഫർദർ പുഷ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ കേസ് ഇത് റിവേഴ്സൽ വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ടാകാം. നമുക്ക് ഇത്രയും സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ചെയ്യേണ്ട ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാനുള്ള പ്ലാനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എന്തായാലും നമ്മൾ എടുത്തതിന് ശേഷം അത്യാവശ്യം നല്ലൊരു പമ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു ലെവലിൽ ഈ ഒരു ഹൈ ലെവലിൽ ക്ലോസ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യുകയും ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ട്രേഡിങ് കാര്യങ്ങളും നല്ല രീതിയിൽ റൺ ചെയ്യുമില്ല നമുക്ക് നോക്കാം.
പ്രൈസ് ഓൾമോസ്റ്റ് നമ്മൾ ആ ലെവൽസ് നിന്ന് അത്യാവശ്യം ആ ഒരു ഏരിയയിൽ കൺസോൾട്ടേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ എൻട്രി കറക്റ്റ് ഏരിയ ആയിരുന്നു. അതിന് ശേഷം അതിൻ്റെ താഴോട്ടോ കാര്യങ്ങളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് നല്ല രീതിയിലൊരു ഗ്രീൻ ക്യാൻഡലും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോസിലാണ്, കഴിഞ്ഞ 2 പാർട്ട് ഇതേപോലെയുള്ള വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഇങ്ങനെ റണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവൻ ആക്കാറുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവൻ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കൺഫ്ലുവൻസിൽ വെച്ച് ഇവിടെ പ്ലസ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇൻ കേസ് ഇവിടെ വന്ന് ഇനി വീണ്ടും താഴോട്ടേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ട്രേഡിൽ ലോസ് വരണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇൻ കേസ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാലും എനിക്കതിനൊരു പ്രോബ്ലം ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർസൽസ് ബുക്ക് ചെയ്യില്ല. വേറൊരു കാര്യം, പാർസൽസ് ബുക്ക് ചെയ്യണം ഈ ഒരു ഹൈ ടേക്കിനോട് ചെയ്യുന്ന സമയത്ത്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു റിയാക്ഷൻസും കാര്യങ്ങളും നമുക്ക് വാച്ച് ചെയ്ത് നോക്കാം എന്താണ് ഇവിടെ പ്ലേ ഔട്ടും കാര്യങ്ങളും ചെയ്യുന്നത്. ഒന്നാമത് ഈ ഒരു ഏരിയ നല്ല റെസിസ്റ്റൻസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഏരിയയാണ്. റീറ്റെയിലേഴ്സ് നല്ല രീതിയിൽ അഗ്രസീവായിട്ട് ഷോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏഷ്യയുടെ ഹൈ ഉണ്ട് ഇവിടെ. നമുക്ക് ഈ ഒരു 20 എന്ന് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഏഷ്യ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഏരിയയിൽ നിന്നാണ് റിജക്ഷൻസും കാര്യങ്ങളെല്ലാം കാണിക്കാം. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് പ്ലേ ഓഫും കാര്യങ്ങളും കിട്ടുന്നത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. പ്രൈസ് ഈ ഒരു ഏരിയയിൽ അപ്ഡേറ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ഈ ഒരു ക്യാനിൽ നോക്കാം. ഈ ഒരു ഗ്രീൻ ക്യാനിൽ, ഈ ഒരു ക്യാനിൽ, 3 ക്യാൻഡിൽസ് ഫെയർ വാലി ഗ്യാപ്പിലേക്ക് റണ്ണ് വന്നിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ടാപ്പ് ആയിട്ടില്ല, ടാപ്പ് ആകുന്നേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം അപ്സൈഡിലേക്ക് റണ്ണ് കാണാൻ പറ്റുന്നതാണ്. ഇൻ കേസ് ഇത് ഇൻവേഴ്സ് ചെയ്യിപ്പിക്കലാണെന്നുണ്ടെങ്കിൽ, ഇൻവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്നിട്ട് ഈ ഒരു ഫെയർ വാലി ഗ്യാപ്പിനെ ഇൻവേഴ്സ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ ഒരു കൺസോൾട്ടേഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിട്രേസ്മെൻറ്റോ നമ്മളൊരു ബ്രേക്ക് ഈവനിലേക്ക് വരാനോ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും പാർസൽസ് ഒന്നും ബുക്ക് ചെയ്തില്ല ഈ ഒരു ലെവലിൽ. പാർസൽസ് ബുക്ക് ചെയ്യാനുള്ള പ്ലാൻ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹൈ ടേക്കിനോട്ടേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ചെറിയൊരു കൺസോൾട്ടേഷൻ കാണാൻ പറ്റുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് നോക്കാം. ഒന്നുകിൽ നമുക്ക് ലോസ് ഇല്ലാതെ ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കമ്മീഷൻസും കാര്യങ്ങളും എടുത്തുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു 0 ലോസ് എന്നുള്ള രീതിയിലായിരിക്കും എക്സിറ്റ് ആകുന്നുണ്ടാകുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റിലായിരിക്കും എക്സിറ്റ് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വേറൊരു കാര്യം എനിക്ക് പറയാൻ തോന്നിയപ്പോൾ, നമുക്ക് എപ്പോഴും ചില സമയത്ത് നമുക്ക് ഇന്നലത്തെ എല്ലാം ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് തന്നെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഒരു മാക്സിമം ഒരു 30 മിനിറ്റ്സ്, ഞാൻ 5 മിനിറ്റ്സിൻ്റെ കാൻഡിലാണല്ലോ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 25 മിനിറ്റ്സ് കൊണ്ടല്ല നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ചില സമയത്ത് നല്ല ട്രേഡ് ആയിരിക്കും, പക്ഷേ നമുക്ക് ഇതേപോലെ ഹാർഡായിരിക്കും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൺസോൾട്ടേഷൻ അടിച്ച് ഇവിടെ നിന്നെല്ലാം കയറിപ്പോകാൻ കാണിച്ചിട്ട് ഇവിടെ വരെ ഗ്രീൻ ക്യാനിൽ വന്ന് ഡൗൺ സൈഡിലേക്ക് പോകുന്ന പോലെ കാണിച്ച് വീണ്ടും, അതായത് നമുക്ക് ഇമോഷണലി നമ്മളെ നല്ല രീതിയിൽ വലപ്പിക്കും. നമ്മൾ PNL നോക്കിക്കഴിഞ്ഞാൽ അപ്പ് ഡൗൺ അതുകൊണ്ട് PNL നോക്കാതിരിക്കുക, ചാർട്ട് മാത്രം നോക്കിയിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എക്സിറ്റ് പ്ലാനും കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ അടിക്കേണ്ടത് നമ്മളിവിടെ ബുക്ക് ചെയ്യില്ല എന്നുള്ളൊരു കുറ്റബോധം വരും. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പാർസൽസ് ബുക്ക് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, പാർസൽ ബുക്ക് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൊണ്ടുപോകാണ്ട് ഇരിക്കേണ്ട. ഓൾമോസ്റ്റ് നമുക്കൊരു 13 വിപ്പോളം റണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാണ്, ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടേ. പക്ഷേ ചിലപ്പോൾ എടുക്കില്ല, ഇവിടെ തന്നെ വീണ്ടും കൺട്രോൾ ചെയ്ത് വീണ്ടും ഡൗണെല്ലാം പോയിട്ടേക്ക് പോകുന്നുണ്ടാകുക. അപ്പോൾ ഒന്ന് ഇതേപോലെയുള്ള കൺസൾട്ടേഷൻ നമുക്ക് എപ്പോഴും നല്ല റേറ്റ്സ് ഹാർഡായിരിക്കും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എക്സാമ്പിളായിട്ട് ഇന്നലത്തെ ട്രേഡ് ഞാൻ പറഞ്ഞുതരാം. ഇന്നലത്തെ ട്രേഡ് നമ്മൾ ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു FEG എന്നാണ്. ഞാനിവിടെ ഒരു ഈ ഒരു ഫാബ് എന്നാണ്, ഓൾമോസ്റ്റ് കറക്റ്റ് വരക്കണില്ല എന്നാലും ഏകദേശം ഈ ഒരു ഫാബിൽ നിന്ന് ഇവിടെ നിന്ന് എൻട്രി എടുത്ത് ഇവിടെ പോയിട്ട് എക്സിറ്റ് അടിച്ച് കണ്ടോ. നമുക്ക് വീണ്ടും ഹോൾഡ് ചെയ്യായിരുന്നു ഈ ഒരു ലെവൽസ് വരെയല്ല, പക്ഷേ നമ്മൾ ഹോൾഡ് ചെയ്തില്ല. ഇവിടെ നിന്ന് തന്നെ എക്സിറ്റ് ചെയ്ത് മാറി, നമ്മൾ ടാർഗറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷേ ഇത്രയും വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന്. പക്ഷേ എങ്കിലും നമ്മൾ എക്സിറ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ കുറേ സമയം കൺസോൾ ചെയ്യിപ്പിച്ച് നമ്മൾ മനസ്സെല്ലാം മടുപ്പിച്ച് ഇനി പോകില്ല എന്ന് വെച്ച് എക്സിറ്റ് ചെയ്യുമ്പോഴേക്കും വീണ്ടും കയറിപ്പോകാം. അതപ്പോൾ ഇമോഷണലി നമുക്ക് ഇഷ്യൂ ആവും. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഇവിടെ പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് മുകളിലേക്ക് റണ്ണ് പോകുന്ന സ്ഥലത്ത് പാർസൽ ബുക്ക് ചെയ്യുക, ഇനി വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളെങ്ങനെയാണ് പ്ലാൻ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത പോലെ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഇൻ കേസ് വേഗം പോയിട്ട് റിവേഴ്സൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു കുറ്റബോധം വരും. അങ്ങനെ ഒരു കുറ്റബോധം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയണത്. ഓക്കെ, അതാണ് ഈ ഇമോഷണൽ ട്രേഡിങ്ങിലേക്കും അതേപോലെ റിവെഞ്ച് ട്രേഡിലേക്കെല്ലാം പോണത്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്, പോയില്ലയോ നോക്കാം, പൈസ ടേക്ക് ഡൗൺ ചെയ്യോ ഇല്ലയോ നോക്കാം.
എന്തായാലും ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഞാൻ പറയാം. ഓൾമോസ്റ്റ് പ്ലാൻ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഹൈ ടേക്ക് നോട്ട് ചെയ്ത് ഇവിടെ ജസ്റ്റ് ആണെന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹയർ ലെവലിലേക്ക് പമ്പ് കിട്ടും. ജസ്റ്റ് ഇവിടുന്ന് റിയാക്ഷൻ ഡൗൺ സൈഡിലേക്ക് കാണിച്ചാൽ തന്നെ പാർസൽസ് ഞാൻ ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് നമ്മൾ ഡൗൺ സൈഡിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലെവലിൽ തന്നെ ഞാൻ ബുക്ക് ചെയ്ത് മാറും. ഓക്കെ, നമുക്ക് ഈ ഒരു ട്രേഡ് റിസ്ക് ഫ്രീ ആണ്, പ്രോഫിറ്റബിൾ ആണ്. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് കുറവായിരിക്കും, പക്ഷേ എങ്കിൽ പോലും നമുക്കിത് ഫർദർ റണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ റിസ്ക്കും ഫ്രീ ആണ്, നമുക്കിതിലിനി പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഈ ഒരു ബൈ സൈഡ് എടുത്ത സമയത്ത് പ്രോഫിറ്റ് പാർഷ്യൽസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫർദർ ടാർഗറ്റിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഓൾമോസ്റ്റ് ആ ഒരു ലെവലിലേക്ക് റണ്ണ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ റിജക്ഷൻസ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം ഏഷ്യയുടെ ഹൈ ലിക്വിഡിറ്റി ആണ്, അതും കൂടി ഒന്ന് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ലോ ലെവലിൽ നിന്നാണ് നമ്മൾ ട്രേഡ്സും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ആയിട്ട് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ റിവേഴ്സൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാന്നുള്ള പ്ലാനിലാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പുഷ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽസിന് ടാർഗറ്റ് ബുക്ക് ചെയ്യാന്നുള്ള പ്ലാനാണുള്ളത്. റിവേഴ്സൽസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളും തരാം. എന്തായാലും നമ്മൾ ഈ ഒരു ട്രെയിലിൽ ഇനി ലോസ് എന്ന് പറഞ്ഞ കാര്യം ബുക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഓൾമോസ്റ്റ് നമ്മൾ പ്രോഫിറ്റിലായിരിക്കും എക്സിറ്റ് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, ട്രേഡ് ലോക്ക്ഡ് ആണ്. ഗൈസ്, നമ്മൾ പാർസൽസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പൊസിഷൻസ് ഹോൾഡിംഗ് ആണ്. ഇനി നമുക്ക് ഓൾമോസ്റ്റ് ടാർഗറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 1:2 നോക്കുന്ന സമയത്ത് നമുക്കൊരു 4.7 പിപ്പ് സംതിങ്, ഒരു 5 പിപ്പ് തന്നെ നമുക്ക് ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാനുണ്ട്. പക്ഷേ ഇത് നല്ലൊരു റിവേഴ്സൽ പോയിൻ്റ് ആണ്, നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇവിടെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഒരു അൺഎക്സ്പെക്റ്റഡ് റിവേഴ്സൽ കാണിക്കലാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ അടിക്കുന്നതിന് മുമ്പേ ഞാൻ ക്ലോസ് ചെയ്ത് മാറാനുള്ള പ്ലാനും കൂടി ഉണ്ട്. എനിക്ക് എന്തായാലും ഈ ഒരു ക്യാൻഡിൽ ക്ലോസും കൂടി നോക്കാം. ഓൾമോസ്റ്റ് 34 സെക്കൻഡ്സ് ആണുള്ളത്. നെക്സ്റ്റ് ക്യാൻഡിൽ മിക്കവാറും നമുക്ക് നോക്കാം. ഒന്നെങ്കിൽ ഡയറക്റ്റ് ഒരു ബൈയിങ് ആയിരിക്കും ഹയർ ലെവൽസിലേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സലായിരിക്കും കാണാൻ പറ്റുന്നുണ്ടാകാം. മിക്കവാറും റിവേഴ്സൽസ് ആയിരിക്കും. ഒന്നുകിൽ സഡൻ ആയിട്ടുള്ള മൂവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്കിൻ്റെ കാര്യങ്ങൾ ഹിറ്റ് ആവുന്നതാണ്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, ഓൾമോസ്റ്റ് ഞാൻ ഈ ഒരു ലെവൽസിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് വരലാണ് ഈ ഒരു ലെവൽസിൽ നിന്ന് ഞാൻ ടാർഗറ്റും കാര്യങ്ങളും ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1:2 അടിക്കുന്നതിന് മുമ്പ് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ സഡൻ ആയിട്ടുള്ള റിവേഴ്സൽ ചിലപ്പം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് ലോസ് ചെയ്യുന്നില്ല. ചെറിയൊരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു ബ്രേക്ക് ഈവൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ റിസ്ക് റിവാർഡ് നോക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ലെവലെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ലെവൽ. എൻ്റെ ബ്രേക്ക് ഈവൻ ഉള്ളത് ഇവിടെയാണ്. ഓക്കെ, ഞാൻ ഈ ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് വീണ്ടും ഈ ഒരു ഇത് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു എക്സിറ്റ് നടത്തിയിട്ടുള്ളത്. നമ്മൾ നോക്കലാണെങ്കിൽ ഓൾമോസ്റ്റ് 2% ടാർഗറ്റും കാര്യങ്ങളും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1.85% നമ്മൾ ക്യാപിറ്റലിൻ്റെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു ട്രേഡ് ആയിരുന്നു. അപ്പോൾ ബാക്കിയുള്ള രണ്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, എന്നാൽ പോലും നല്ലൊരു ട്രേഡ് ആയിരുന്നു. നല്ല രീതിയിൽ നമ്മൾ മെൻ്റലിയും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് പോയിട്ടുണ്ട്. റിസ്ക്കും കാര്യങ്ങളെല്ലാം ഓക്കെ, നല്ല റണ്ണ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബൈ.